ഹലോ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ എന്താ ഞാൻ പറയാം, ഒരു സർപ്രൈസിങ് ആണ്. എന്നാൽ സങ്കടമുണ്ട്, സന്തോഷമുണ്ട്, ഒക്കെ പാടെ പറഞ്ഞൊരു വ്ളോഗാട്ടോ. എന്താ കാരണം എന്നൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഇപ്പം ഞാൻ എന്തായാലും ഒരു ഷോപ്പിങ്ങിന് പോവുകയാണ്. ഞാനും ശിശിരയും കൂടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാണ്ട്. അപ്പോൾ നമുക്ക് സാധനം പോയി വാങ്ങിച്ച് വന്നിട്ട് ഞാൻ ബാക്കി പറഞ്ഞുതരാം കേട്ടോ. ഗൈസ്, നമ്മുടെ പടക്കുതിരയിലാണ് ഞങ്ങൾ പോണത്. സ്റ്റാർട്ടാവുമെന്ന് ദൈവത്തിനറിയാം. കുറച്ച് കംപ്ലൈൻ്റ് ഒക്കെ ആയിട്ട് ഞങ്ങൾ ഇരിക്കുകയുള്ളൂ ഗൈസ്. എന്തായാലും പോട്ടെ. നല്ല വെയിലുണ്ട് കേട്ടോ അവിടെ, എന്താ പിട്ട വെയില. ഗൈസ്, ഞങ്ങളുടെ കിർമാണി സ്പോട്ടഡ്. ഇവിടെ നിന്നാണ് ഓടി കിറിമി വരുന്നത്. എവിടെക്കാണ് അജി പോയി കിടക്കണത്? ശിശിരനെ കണ്ടു കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് സാധനങ്ങൾ പോയി വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിതാ നേരെ സൂപ്പർ മാർക്കറ്റിലെത്തി. അതിന്റെ പട്ടിങ്ങനെ ആകുമ്പോ ഒരിക്കണ്ടേ. ഈയൊക്കെ എന്നെ തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. ഇതാ ഇതൊക്കെ ചെറിയ പേര് വരെ പതിന് അതും വേണം, പൊടിക്കാൻ വേണം. അത് കഴിയൂലേ? ഏലക്ക വേണോ? പൊടി ഏലക്കട വീട്ടിൽ എന്ത് തോന്നുന്നു. അത് മേടിച്ചോ. വേറെ സാധനം കൂടി ഇല്ലേ? ഇതാ പൊട്ട. ഈ ഇല ഇടറി നമ്മളിടൂലല്ലോ. ഇത് തന്നെ വട്ടല്ലേ? ഈ വട്ട ആ വട്ട എന്താ വ്യത്യാസം? വേറെ സാധനമാണോ? ഇതൊന്നും വട്ട. അവിടുന്ന് ഇതാ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ നേരെ ചിക്കൻ കടയിലെത്തി. ഞങ്ങൾ ഏകദേശം ഞങ്ങളുടെ പർച്ചേസിങ് കഴിഞ്ഞ് ചിക്കൻ മേടിക്കാൻ വന്നത്. ഈ സാധനങ്ങളൊക്കെ എടുത്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല ഞങ്ങൾ എന്താ ഉണ്ടാക്കാൻ പോകണമെന്ന്. അതെ ഗൈസ്, ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. ഒരാൾക്ക് സർപ്രൈസ് കൊടുക്കാൻ പോവാണ്. സർപ്രൈസ് ആവുമെന്ന് അറിയില്ല. ഇത് മേടിച്ച് അവിടെ എത്തണ വരെയുള്ള സർപ്രൈസ് വേറെ കാര്യം. നാളെ എന്തായാലും അറിയും. എന്നാലും നമുക്ക് ചിക്കൻ മേടിച്ചിട്ട് വീട്ടിൽ പോവാം. ബാക്കി വീട്ടിൽ നിന്ന് ഇവിടെ നായകളെ കുറച്ചിട്ട് സൗണ്ട് കേൾക്കാണ്ട എന്തോ. ചിക്കൻ കിട്ടിയിരിക്കുന്നു ഗൈസ്. ശിശിരൊക്കെ ഞാൻ കൈമാറി. ഗൈസ്, കടയിൽ എന്താ കട പൂട്ടിയിരിക്കുന്നു. വെയിറ്റിംഗ് ഫോർ ബാലാജി എന്നെ കോൾ ചെയ്യുന്നുണ്ട്. വാട്ട് എ സർപ്രൈസ്. ഫോൺ ഉള്ളെന്ന് അടിക്കാന്ന്. വേറെ നമ്പറുണ്ട്, വേറെ നമ്പർ വിളിച്ചു നോക്കാം. ഞങ്ങളുടെ കട തുറക്കാൻ വന്നിട്ട് വന്നിരിക്കുന്നു ഗൈസ്. ഉള്ളിയും തക്കാളി ഇച്ചിരി നോക്കി എടുക്കല. ഛേ, തക്കാളി ഇല്ലല്ലേ, ഉള്ളിയല്ലേ ഉള്ളു. ഒരു കിലോ ഉണ്ടാവില്ലേ? ചെറുതുണ്ട. 1.5 ആണോ? 1 കിലോ ആണോ? ആ കാടാ നല്ല എടുത്തോ. 1.5 എടുത്തോ. 1.5 എടുക്കേണ്ടി വരും. അത് തൂക്കി നോക്ക്. ആ 1.42. ഒന്നും കൂടി എടുത്തോ. ഒരു വലുതെടുത്തു. അടുത്ത് നമ്മൾ തക്കാളി പെറുക്കി എടുക്കാൻ പോകുകയാണ് ഗൈസ്. കുഞ്ഞു കുഞ്ഞു തക്കാളി. തക്കാളി എത്ര വേണോടി? ഒരു മതിയില്ലേ? അടള്ള കൊടുക്കുക. ചെറുതാലോ, നല്ലത് ചെറുതേ ഉള്ളൂ അല്ലേ? അത് എത്ര ഉണ്ടെന്ന് നോക്കാം. ചെറുനാരങ്ങ എത്ര വേണോ?
വേറൊന്നും വേണ്ടല്ലോ. തൈര് പെരിയ പാക്കറ്റ്. പിന്നെന്താ? ചെറുപായം കുടിച്ചാൽ പോകും. அது அங்கே போய் குடிக்கணும். என்ன இவரும் கூப்பிட்டா வரமாட்டாரு, இவருக்கு லீவ் கிடையாது. அதுவும் நம்ம வாங்கி சேல்ஸ் பண்ணலாம். நம்ம எங்கேயும் போக முடியாது சேல்ஸ் பண்ணலாம், எனக்கு தெரியாது. நான் சொன்னேன்ல அம்மாட ப்ராடக்ட் அப்படிதான். சேல்ஸ் நமக்கு சேல்ஸ் பண்ணணும் அப்படி இல்லை. ஆனா நம்ம அதுல ஒரு மெம்பர்ஷிப் ஆயிடுச்சுன்னா கம்மியா இருக்கும், ரேட் கம்மியாயிடும். அதிலும் இதே மாதிரி எல்லாமே இருக்கு. என்னோட ஃபேஸ்ல கொஞ்சம் பிம்பிள்ஸ் இருந்துல்ல, அது எல்லாமே அந்த ப்ராடக்ட் சாப்பிட்டு ப்ராடக்ட்ல எல்லாமே இருக்கு. குழந்தைங்க இல்லைன்னா கூட அந்த ப்ராடக்ட் இது அப்படிதான் മരുന്ന് സാപ്പിടുறது. ഗൈസ് അങ്ങനെ ഞങ്ങൾ പച്ചക്കറി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വന്നു. അതിനിടയിൽ ഞങ്ങൾ മുപ്പത്തിനേറ്റ് വർത്താനം പറഞ്ഞൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. മുപ്പത്തി കണ്ടെങ്ങനെ കേട്ടോ ഇരുന്ന് വർത്താനം പറയും. അപ്പം നമുക്ക് ഇതൊക്കെ തോല് പൊളിച്ചേക്കാം. ശിശു വീട്ടിലേക്ക് ഡ്രസ്സ് മാറ്റാൻ വേണ്ടി പോയിരുന്നു ഗൈസ്. അപ്പോൾ ശിശിര വന്ന് സംഭവം എന്താണെന്ന് ഞാൻ പറഞ്ഞില്ല അല്ലേ. ഇന്ന് ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ്. ഇത് സംഭവം മനസ്സിലായി ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ മാളു ഇന്ന് നാട്ടിൽ പോവാണ്. ഓളിഞ്ഞ് എന്നാ വരികയെന്നറിയില്ല. ഞാൻ ഓളാ വിചാരിച്ചു ഇന്ന് ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കണം കാണാം. കാരണം ആൾക്കറിയില്ല. സർപ്രൈസാണ്. എന്താവുമെന്ന് അറിയില്ല. സർപ്രൈസ് പൊളിയും. കാരണം എൻ്റെ ഗ്യാസ് ഇവിടെ ഒരു അടുപ്പേ കത്തണുള്ളൂ. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടി എന്തായാലും അങ്ങോട്ട് പോകണം. അപ്പോൾ എന്തായാലും സർപ്രൈസ് പൊളിയും. ഇതുവരെ ആൾക്ക് അറിയില്ല. ആൾക്ക് ചെറിയ ഡൗട്ടൊക്കെ ഉണ്ട്. ശിശിരി സമയത്ത് വന്നത്, ഞങ്ങൾ രണ്ടാളും കൂടി പുറത്ത് പോയതൊന്നും അവളോട് പറഞ്ഞിട്ടില്ല. പറയാതെ പോയെന്നൊക്കെയുള്ളൊരു മൈൻഡ് ഉണ്ട് ആൾക്ക്. എന്തായാലും ഞങ്ങളിപ്പോൾ പൊട്ടിക്കാൻ വേണ്ടി പോവാണ്. ആളെ റിയാക്ഷൻ എന്താണെന്നൊന്നും അറിയില്ല. ഇപ്പോഴേ അതെ എല്ലാം കണ്ടറിയാം. കരച്ചിലിൻ്റെ പക്കത്താണ് ആൾ നിൽക്കുന്നത്. ഇനി പോയാൽ ആളെപ്പോൾ വരും എന്നറിയില്ല. പോണേൻ്റെ കാരണം പോരണ്ടല്ലേ, അത് ഞങ്ങൾ പിന്നെ പറയണ്ട്. പിന്നെന്താ, അപ്പം നമുക്ക് ഇന്ന് ബിരിയാണി ഉണ്ടാക്കാം. ഇവിടുന്ന് ഉള്ളി ഇതൊക്കെ മുറിച്ചിട്ട് നമുക്ക് നേരെ മാളുവിൻ്റെ അടുത്ത് പോവാം. മാളുവിൻ്റെ അടുത്ത് പോയിട്ട് ആൾക്ക് സർപ്രൈസ് കൊടുക്കാം ഗൈസ്. ആൾ സർപ്രൈസ് ആവുമല്ലേ നമുക്ക് അവിടെ നിന്ന് കാണാം. അപ്പം നമുക്ക് ഉള്ളി മുറിക്കാൻ വേണ്ടി പോവാം ഗൈസ്. ഞാൻ ഇപ്പോഴേക്ക് അരിഞ്ഞു തുടങ്ങി. ഉള്ളി എരിഞ്ഞ് എൻ്റെ കണ്ണീരൊക്കെ ഇപ്പോൾ പോകും. ഇത് തോല് പൊളിക്കുമ്പോൾ ഇങ്ങനെ. അപ്പോൾ ഇത് അരിയുമ്പോൾ എന്താവും അവസ്ഥ അറിയില്ല. ശിശു അവിടെ ചിക്കൻ മറ്റേ കഴുകാൻ വേണ്ടി നോക്കാം കേട്ടോ. ഇവിടെ കാലൊക്കെ ആയിട്ടാ നിൽക്കണേ. കാലിൻ്റെ ഇവിടെ തല്ലാവും ഗൈസ്. എത്ര കാലുണ്ട്? 2-3 ഉണ്ടോ? 3 കാലുണ്ട് അത്ര. അപ്പോൾ കുഴപ്പമില്ല. ഞങ്ങളുടെ സ്പെഷ്യൽ ആൾക്ക് കാലില്ലാതെ പറ്റൂലേ. ആളെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. അതെ, ഇന്ന് ഫുൾ ഞങ്ങൾ ആൾക്ക് വിട്ടുകൊടുക്കണം. കേട്ടോണ്ട് വരാമോ എന്തായാലും ഇപ്പം സർപ്രൈസ് പൊളിയും. അത് വേറെ ഗൈസ്. ഞങ്ങൾ മളുവിൻ്റെ അടുത്ത് പോകണം. മളുവിൻ്റെ റിയാക്ഷൻ കാണാം ഗൈസ്. മളവിക கொஞ்சம் டோர் ஓப்பன் பண்ணு. ടുഡേ സ്പെഷ്യൽ ബിരിയാണി. ഇതായിരുന്നില്ല നിങ്ങൾക്ക് രാവിലെ ഞങ്ങളത് പറഞ്ഞിട്ടുള്ളൂ. എന്തൊക്കെ ഒരു സംശയമൊക്കെ ഉണ്ട്. കച്ചറയാണ് ഞങ്ങളെ പറഞ്ഞോളൂ. മാളവിന് എന്തൊക്കെ സംശയമുണ്ട്. ശിശിര നേരത്തെ വന്നത്, ആരോടും പറയാതെ കടയിലേക്ക് പോയത്. സംതിങ് റോങ്. ഞങ്ങളൊക്കെ സർപ്രൈസ് അവിടുന്ന് വെച്ചിട്ട് കൊണ്ടാന്ന് വിചാരിച്ചേ. പക്ഷെ അവിടെ 2 അടുപ്പ് കത്തൂല. അതുകൊണ്ട് ഞങ്ങൾ സർപ്രൈസ് പിന്നെ അങ്ങോട്ട് മേലെ കയറി പോയിട്ട് അവിടുന്ന് വെച്ച് വരുമ്പോൾ റിസ്ക് ആണ്.
അപ്പൊ ഞങ്ങൾ എന്തായാലും എല്ലാം ഏകദേശം അത് തന്നെ സെറ്റാക്കിയിട്ട് പറയാന്ന് വിചാരിച്ചു നമുക്ക് ബിരിയാണി ഉണ്ടാക്കും. ഞാൻ അസിസ്റ്റന്റ് ആട്ടോ, ഷെഫ് ഇതാണ്. ഷെഫ് ശിശിര മേഡം, ശിശിര മേഡം. ഗൈസ്, ഞങ്ങൾ മല്ലിച്ചപ്പും പൊതിനയും നേരത്തെ ഞങ്ങൾക്ക് പോയപ്പോൾ കിട്ടിയില്ല, അത് മേടിക്കാൻ വേണ്ടി പോയതോ. കൂട്ടത്തിൽ ഞങ്ങൾ പാല്, ബൂസ്റ്റ്, പഴം കാര്യങ്ങളും. അതെ, ഞങ്ങൾക്ക് എന്തായാലും ഒക്കെ ഉള്ളി പോകേണ്ട നേരത്ത് ഒന്നും കഴിച്ചിട്ടില്ല. ഈ സമയം വരെ 12:45 ഞങ്ങൾ ഷീക്കടിച്ച് കുടിക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. നല്ല വെയില്. ഷെയ്ക്കൊക്കെ അടിച്ച് കുടിച്ചതിൻ്റെ ശേഷം ഞാൻ ഇത് എൻ്റെ പണിക്ക് കടന്നു കേട്ടോ. ഗൈസ്, നമ്മൾ അരി ഇവിടെ പണയാരിയ കഴുകി വെച്ചിട്ടുണ്ട്. ഞാനതവിടെ ഉള്ളി അരിയുന്നു. തക്കാളി അരിഞ്ഞ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. പേസ്റ്റ് അല്ല കേട്ടോ, അരച്ചിട്ട് വെച്ചിട്ടുണ്ട്, മാറിപ്പോയതാ. അപ്പോൾ അതാ ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ബിരിയാണി ഉണ്ടാക്കണതായിട്ടൊന്നും ഇടണില്ല. ഞങ്ങൾ പെട്ടെന്നാണ് കരങ്ങൾ ഉണ്ടാക്കണത്. കടുക് ആ ഒരു അവസ്ഥയല്ല കേട്ടോ. ഞാൻ അവിടെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറക്കുന്നുണ്ട്. ശിശു അവിടെ അതാ മസാലകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഏകദേശം ഞങ്ങളുടെ മസാലയൊക്കെ ഇവിടെ സെറ്റായി. ശിശു ഇതാ ചിക്കൻ ഇടണു. ഞങ്ങൾ ദം ബിരിയാണി ആയിട്ട് ഉണ്ടാക്കണത്. ദമ്മാവോ എന്താവോ എന്നറിയില്ല. എല്ലാതായിട്ടും ഞാൻ ഇളക്കിക്കണേ ഗൈസ്. ഞങ്ങളുടെ ബിരിയാണി ഇവിടെ ഏകദേശം സെറ്റ് ആയിരുന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഷെഫ് ഇതാ മിക്സിങ്ങിലേക്ക് കിടക്കുന്നു ഗൈസ്. അതെ ഗൈസ്, ദമ്മിടൽ പ്രോസസ്സിങ്ങിലാണ് ഞങ്ങളിപ്പോൾ. ഷെഫ് ശിശിരൻ്റെ കൂടെ കൃഷ്ണപ്രിയയും മാളവികയും. സീരിയസ് മുഖത്ത് പാവൊന്നും വരുന്നില്ല. ഞങ്ങക്ക് ചോറ് കുറച്ച് ജാസ്തിയായിപ്പോയി. അതെ, ജാസ്തി ഓള് ഇന്ത്യക്കാരെ ആ ഒരു ഏരിയ വരുന്നത് ഗൈസ്. അങ്ങനെ ഞങ്ങളുടെ ബിരിയാണി ദമ്മിട്ടു. ബാക്കി ചോറ് ക്ലീനിങ് കഴിഞ്ഞു അല്ലേ? കത്തം. ഞങ്ങൾ പാത്രമൊക്കെ കഴുകി ഇവിടെ ക്ലീൻ ആക്കട്ടെ, എന്നിട്ട് വരാം. അതെ ഗൈസ്, ഞങ്ങളുടെ ബിരിയാണി ഇവിടെ പൊന്തിക്കാൻ പോകുന്ന ദമ്മൊക്കെ ഇട്ട്. മണമുണ്ടോ? മണമുണ്ട്. മണമുണ്ട്. ഗൈസ്, അങ്ങനെ ഞങ്ങളുടെ ബിരിയാണി സെറ്റായി. ഞങ്ങൾ കഴിക്കാൻ പോകുന്നുണ്ട് ഗൈസ്. മാളു എങ്ങനെ ഉണ്ടെന്ന് പറ ആദ്യം. മാളുവിനാണെന്ന് ബിരിയാണിന്റെ മറ്റെന്താ പറയാ, സർപ്രൈസ്. സൂപ്പർ. ഇനി ഷെഫ് പറയൂ, അവസാനം ഞാൻ പറയാം എങ്ങനെ ഉണ്ടെന്ന്. ജീരശാല എന്താ ഷെഫിനൊരു. ഞാൻ ടേസ്റ്റ് നോക്കട്ടെ. ചൂട് കറക്റ്റ് സാധനം വന്നല്ലേ. സൂപ്പറായിരുന്നു ഷെഫ്. വൈകുന്നേരം ഒരു 6 മണി 6:30 ആയിട്ട് ഞങ്ങളുടെ ഭർത്താക്കന്മാരൊക്കെ വന്നപ്പോൾ അപ്പോൾ ജാക്കിയാറിന് വിഷ്ണാടൊന്നും മുടി വെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ആള് ജാക്കിയാട്ടൻ മുടി വെട്ടിയൊക്കെ നിരീക്ഷിക്കണം. വിഷ്ണാട് അതാ ബിരിയാണി എവിടെ നോക്കാൻ വേണ്ടിയിട്ട് അടുക്കളയ്ക്ക് പോകുന്നു. അവിടുന്ന് ഒരു 10 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കായിരുന്നു കേട്ടോ. എല്ലാവരും കൂട്ടുന്ന മാളുവിൻ്റെ വീട്ടിലാണ് ഫുഡ് കഴിക്കുന്നത്. ഇനി ഇങ്ങനെ ഒരു വട്ടപേശ സമ്മേളനം എന്താണെന്നൊന്നും അറിയില്ല. ജാക്കിയേട്ടൻ പോയിട്ട് ഏട്ടൻ 2 ദിവസം കഴിഞ്ഞാൽ വരും. 2-3 ദിവസം ലീവ് ഉണ്ട്. മാളുഞ്ഞി എന്നാണ് ഏതാണെന്ന് അറിയില്ല. അങ്ങനെ ഞങ്ങളിത് അവരെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാട്ടോ റെയിൽവേ സ്റ്റേഷനിലേക്ക്. രാത്രി 12 മണിൻ്റെ ട്രെയിനാട്ടോ അവർ പോണത്. അങ്ങനെ ഞങ്ങളിതാ റെയിൽവേ സ്റ്റേഷനിലെത്തി. അടുക്കും തോറും ഞങ്ങൾക്ക് നല്ല സങ്കടമുണ്ട്. സങ്കടം മുഖത്ത് കാണിക്കാതെ കഷ്ടപ്പെട്ട് ചിറിച്ച് കളിച്ചിട്ടൊക്കെയാണ് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തിയത്.
ഇവിടെ കുറേ നേരം തന്നെ ചിരിച്ച് കളിച്ച് സംസാരിച്ചൊക്കെ നിന്നു. ഗൈസ് അങ്ങനെ മാള് പോവാണ്. കരയുന്നുണ്ടോ മാള്? ട്രെയിൻ വന്നു. ഒന്നും കൂടി ഏട്ടനെ പോവാണ്. അതെ 5 ദിവസം കഴിഞ്ഞ് കഷ്ടപ്പെട്ട് കരയാതെ പിടിച്ച് കയറുന്നു കേട്ടോ. പക്ഷെ ട്രെയിൻ കയറാൻ നേരത്ത് മാളുവിനെ അങ്ങോട്ട് പൊട്ടി ഒന്ന് കെട്ടി പിടിച്ചതാ. പിന്നെ അവിടെ ഒരു കരച്ചിലായിരുന്നു. പിന്നെ ആളെ ഞങ്ങൾ വേഗം ട്രെയിൻ കയറ്റി. പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ടാറ്റാ ബൈ ബൈ.